ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ഇത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ച കിഫിഫ്തോ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. കിഫിഫ്തോ എന്ന വാക്കിനർത്ഥം കൂനിയായ സ്ത്രീ എന്നാണ്. കർത്താവ് ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ കൂനിയായ ഒരു സ്ത്രീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും കർത്താവ് അവളെ സുഖപ്പെടുത്തുകയും ചെയ്തതാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, കൂനിയായ സ്ത്രീ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചതായ വ്യക്തിയായിരുന്നു എന്ന്. അഥവാ 18 വർഷക്കാലമായി കൂനുള്ളതായ അനുഭവത്തിലായിരിക്കുന്ന ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുടങ്ങാതെ കടന്നു വരുന്നുണ്ട്. അവളെ സംബന്ധിച്ച് അവളുടെ പ്രാർത്ഥന ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഈ രോഗം മാറുവാൻ അല്ലെങ്കിൽ ഈ കൂന് മാറുവാനുള്ള ആ ഒരു പ്രാർത്ഥന അവൾക്ക് നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല എന്നുള്ളതായ വസ്തുത നാം തിരിച്ചറിയുന്നത് ഈ വേദഭാഗത്ത് പറയുന്നതായ കാര്യമാണ്. 18 സംവത്സരമായി അവൾ കൂന് ബാധിച്ചതായ വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ദൈവം തന്റെ അപേക്ഷയ്ക്ക് മറുപടി നൽകിയില്ല എന്നുള്ള ആ ഒരു പരാതിയോടുകൂടി അല്ല അവൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ദൈവം തരുന്നതായ കഷ്ടതയും പ്രയാസവുമെല്ലാം അത് വഹിക്കുവാൻ അത് ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയാണ് എന്നുള്ളതായ ആ ഒരു വസ്തുത മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ആ വ്യക്തി ഒരു വേള കർത്താവ് അവളെ കാണുകയാണ്, അല്ലെങ്കിൽ കർത്താവ് ദേവാലയത്തിലുള്ളതായ സമയത്ത് അവൾ കടന്നു വരികയും കർത്താവ് അവളുടെ കൂന് നിവർത്തുകയും ചെയ്യുന്നു. സൗഖ്യത്തിൻ്റെതായ അനുഭവത്തിലേക്ക് അവൾ വരുവാനുള്ള കാരണമെന്നുള്ളത് ദേവാലയത്തിൽ അവളുടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുന്നതായ അവസരത്തിൽ നാം തിരിച്ചറിയണം, ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദേവാലയം നമ്മളെ സഹായിക്കുമെന്നുള്ളതായ ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയുടേതായ അനുഭവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും അനേകമായ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പ്രിയ ദൈവവേദലേ, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അവരുടെ വേർപാടിൻ്റെതായ വേദന നിനക്ക് വരുമ്പോൾ, അങ്ങനെ പലവിധമായ മുള്ളുകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ട് അത് ദൈവം എനിക്ക് നൽകിയില്ലല്ലോ എന്നുള്ളതായ പരാതിയോട് കൂടിയാണോ നീ നിൽക്കുന്നത്? എന്നാൽ ഇവിടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായ ആ കൂനിയായ സ്ത്രീ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ അത് പെട്ടെന്ന് മറുപടി ലഭിച്ചു എന്ന് വരികയില്ല. ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അതിന് ചില നിമിത്തങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു വേള ദൈവം നിന്നെ കണ്ടാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ കടന്നു ചെല്ലുന്നതായ അവസരത്തിൽ സൗഖ്യത്തിൻ്റെതായ അനുഭവം നിനക്ക് നൽകുവാൻ, നിന്റെ പ്രയാസങ്ങൾക്ക്, നിന്റെ പ്രതിസന്ധികൾക്ക് മറുപടി നൽകുവാൻ ദൈവം സന്നദ്ധനാണ് എന്നുള്ളതായ ആ ഒരു വസ്തുത നമ്മെ കൂനിയായ സ്ത്രീ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെന്ന് ദൈവത്തെ ദർശിക്കുവാൻ, അവന്റെ ഹിതം എന്താണോ
അത് എൻ്റെ ജീവിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. അനുഗ്രഹപ്രദമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവ് വിളിച്ചതായ കൂനിയായ സ്ത്രീ വിളിച്ച് സൗഖ്യപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലതകൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ നൊമ്പരങ്ങളെല്ലാം ദൈവം തമ്പുരാൻ കാണുന്നതായ ഒരു ദിവസമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ദേവാലയത്തിൽ നമ്മെ പ്രതീക്ഷിച്ച കർത്താവ് ഉണ്ട് എന്നുള്ളതായ ആ വസ്തുതയോടെ നമുക്ക് നിൽക്കാം. അനുഗ്രഹപ്രദമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്.